നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ഒരു വ്യക്തിക്കും എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുകയില്ല. ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും. ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ചാരസഞ്ചാര ഫലവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും 9-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രക്കാർ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ഇടവക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച വൈകുന്നേരം 3:34 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 മുതൽ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, സൗഖ്യം, മൃഷ്ടാന്ന ലാഭം, സുഖശയനം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ആയതിനാൽ മുൻകരുതൽ എടുക്കുക. അടുത്ത നക്ഷത്രക്കാർ മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 3:34 മുതൽ 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. വ്യാഴാഴ്ച രാവിലെ 4:13 മുതൽ വളരെ അനുകൂലമാകുന്നു. ശനിയാഴ്ച വരെ കാര്യവിജയം, ധനലാഭം, സൗഖ്യം, ശത്രുനാശം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരാകുന്നു. ഈ നക്ഷത്രക്കാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 3:34 മുതൽ 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 വരെ
ഗുണദോഷ സമ്മിശ്രമാകുന്നു. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 മുതൽ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ശനിയാഴ്ച വൈകുന്നേരം 4:46 മുതൽ വളരെ അനുകൂലമാകുന്നു, കാര്യവിജയം, ധനലാഭം, ശത്രുനാശവും രോഗശമനവും സൗഖ്യവും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ മകം, പൂരം, ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരാകുന്നു. ഈ നക്ഷത്രക്കാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച വൈകുന്നേരം 3:34 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ ധനക്രയ വിക്രയങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക, ധനനാശത്തിനു സാധ്യതയുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം 3:34 മുതൽ 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 വരെ അനുകൂലമാകുന്നു, കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 മുതൽ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ശനിയാഴ്ച വൈകുന്നേരം 4:46 മുതൽ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. സുഖമില്ലായ്മയും മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 വരെ വളരെ അനുകൂലമാകുന്നു, കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം 3:34 മുതൽ 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 മുതൽ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 വരെ വളരെ അനുകൂലമാകുന്നു, കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു. 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അടുത്ത നക്ഷത്രക്കാർ ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ തിങ്കളാഴ്ച വൈകുന്നേരം 3:34 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ ധനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 മുതൽ 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 വരെ വളരെ അനുകൂലമാകുന്നു, കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 മുതൽ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക. 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 മുതൽ വളരെ അനുകൂലമാകുന്നു, കാര്യവിജയം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, ദാമ്പത്യ സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ
11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനലാഭം, അതും പല വഴികളിൽ നിന്നുള്ള ധനലാഭം, ബന്ധുസമാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. 17-ാം തീയതി വൈകുന്നേരം 3:34 മുതൽ 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായ ചിലവിനും ധനനഷ്ടത്തിനും സാധ്യത ഉള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ ശ്രദ്ധിക്കുക. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 മുതൽ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. അടുത്ത നക്ഷത്രക്കാർ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനിക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനലാഭം, അതും പല വഴികളിൽ നിന്നുള്ള ധനലാഭം, ബന്ധുസമാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 മുതൽ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായ ചിലവ്, ധനനഷ്ടസാധ്യത എന്നിവയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 മുതൽ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 17-ാം തീയതി വൈകുന്നേരം 3:34 മുതൽ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല വഴികളിൽ നിന്നുള്ള ധനലാഭം, ബന്ധുസമാഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 മുതൽ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിന് സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ ശ്രദ്ധിക്കുക. ധനനാശത്തിനും സാധ്യത കാണുന്നു. അടുത്ത നക്ഷത്രക്കാർ അവിട്ടം 2-ാം പകുതി, ചതയം, പുരുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കുക. 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 മുതൽ 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 മുതൽ 22-ാം തീയതി ശനിയാഴ്ച രാത്രി വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനലാഭം, അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം, ബന്ധുസമാഗമം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ പുരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ
ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 വരെ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, ധനലാഭം, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. 17-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 3:34 മുതൽ 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു. ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 4:13 മുതൽ 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരവൈഷമ്യത്തിന് സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. 22-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4:46 മുതൽ വളരെ അനുകൂലമാകുന്നു. കാര്യവിജയം, സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ആഴ്ചയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.